നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ചക്കയുടെ ഒക്കെ സീസണാണല്ലോ. നമ്മൾ ചക്കപ്പഴത്തിൻ്റെ ഒക്കെ പല രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. ചക്ക കുമ്പിളപ്പം, ചക്ക കൊണ്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ തികച്ചും വളരെ രുചികരമായ രീതിയിൽ കുമ്പിളപ്പമാണ് തയ്യാറാക്കുന്നത്. എണ്ണയില കിട്ടിയപ്പോൾ ഞാൻ എന്നാൽ ഇച്ചിരി കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുമ്പിളപ്പത്തിൻ്റെ ഒരു റെസിപ്പിയാണിന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ രുചികരമാണ്. നല്ല ചക്കപ്പഴമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എടുക്കുന്ന അരിപ്പൊടി നല്ല നൈസ് പത്തിരിപ്പൊടിയുടെ പൊടിയാകുമ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ നമുക്ക് തലേദിവസമൊക്കെ ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസമൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 250 ഗ്രാം ചക്കപ്പഴമാണ്. വരിക്കച്ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ അതിൻ്റെ കുരുവും ചകണിയും എല്ലാം കളഞ്ഞതിന് ശേഷം കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് വരാവേ. ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പണ്ട് മിക്സി ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇങ്ങനെ അരക്കലൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി ആവിയിൽ വേവിച്ചെടുക്കലായിരുന്നു പതിവ്. ഇതിനകത്തേക്ക് ശർക്കര, മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് ചേർക്കുന്നത്. ഇതുപോലെ ഒരു കഷ്ണമാണ് ഉരുക്കി ചേർത്തിരിക്കുന്നത്. ഒരു കഷ്ണം ചേർത്തപ്പോൾ തന്നെ ആവശ്യത്തിന് മധുരമുണ്ട് കേട്ടോ. ഇനി ഒരു ടീസ്പൂൺ ജീരകമാണ്. വറുപ്പൊന്നും വേണ്ട ജീരകം. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചുക്ക് പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ ചുക്ക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വയറിനൊരു സുഖമൊക്കെ കിട്ടും. ചക്കയൊക്കെ തിന്നുമ്പോൾ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പം അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരു മുറി തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ചുക്ക്, ഏലക്കപ്പൊടി, ജീരകം പൊടിച്ചത്, ഉപ്പ്, തേങ്ങ, ശർക്കര പാനി ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചക്ക പേസ്റ്റിലേക്ക്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. 250 ഗ്രാം ചക്കപ്പഴമായിരുന്നു എടുത്തത്. അത്രയും അരിപ്പൊടിയും കൂടിയാണ്, പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ചക്കപ്പഴം ഇച്ചിരി കൂടെ കൂടുതലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചക്കയുടെ ഫ്ലേവർ മുൻപിൽ നിൽക്കും. അപ്പോൾ 250 ഗ്രാം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഇതിനകത്ത് അല്പം വെള്ളം കൂടെ വേണം കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇതിനകത്തേക്ക്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര പാനി എടുത്ത പാത്രത്തിൽ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലൊരു 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിന്ന് കുഴച്ചെടുക്കണേ. ഈ രീതിയിൽ വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ. അരിപ്പൊടി ഇല്ലെങ്കിൽ റവ വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മതിയാവേ. അല്പം കൂടെ ലൂസാക്കേണ്ടവർക്ക് വേണമെങ്കിൽ ലൂസാക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇടനേരെ നമുക്കതിൽ കുമ്പിൾ ഷേപ്പിലൊന്നാക്കിയതിന് ശേഷം ഈ മാവ് ഇതിനകത്തേക്ക് എടുത്തു കൊടുക്കാം. കുറേശ്ശെ മാവ് ഇതിനകത്തേക്ക് എടുത്തു കൊടുത്ത് ഇത് എല്ലാം നല്ല രീതിയിലൊന്ന് മടക്കി ആവിയിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതേ രീതിയിൽ എല്ലാം മടക്കി വെച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാവേ. ഇപ്പം ഞാനെല്ലാം കുമ്പിൾ കൂട്ടി. ചെറിയ ഇലയും വലിയ ഇലയൊക്കെ ഉണ്ടായിരുന്നു. തീരെ ചെറിയ ഇല ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 ഏച്ച് കെട്ടിയൊക്കെ വെച്ച് ഒരു രീതിയിൽ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ വെച്ച് കൊടുത്ത് ഇനി നമുക്കൊരു 20 മിനിറ്റ് സമയം ആവിയിൽ വേവിച്ചെടുക്കാം. 20 മിനിറ്റിനൊക്കെ ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സീസണിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ചക്ക ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നമുക്ക് തലേദിവസമൊക്കെ ഉണ്ടാക്കി പിറ്റേ ദിവസമൊക്കെ തണുത്ത് കഴിയുമ്പോൾ ചായക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ
ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.